ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ ബേബിയുടെ നെയിമിങ് സെറിമണി ആയിരുന്നു. അതായത് 40 days ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. June 6th കേട്ടോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, ഈദിൻ്റെ തലേന്ന്. അപ്പോൾ ഫംഗ്ഷൻ്റെ തലേന്ന് ബേബിക്ക് ഇച്ചിരി മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരച്ച മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നൽകിയിട്ടുണ്ടായിരുന്നു, ബേബിക്കും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഹസ്ബൻഡ് ഇട്ട് തന്നതാണ് കേട്ടോ, കോൺ വെച്ചിട്ട്. പിന്നെ ഫംഗ്ഷന് അനിയത്തി ഉണ്ടാവില്ല, അപ്പോൾ അവൾ അതിന് മുൻപേ വന്നതാണ് കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്, UAE പോവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് വന്നതാണ്. അപ്പോൾ അവൾ വന്ന ദിവസം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്താണ്. അപ്പോൾ അനിയത്തി വന്നപ്പോൾ ബേബിക്ക് ഗോൾഡ് കൊണ്ടുവന്നതാണ് കേട്ടോ, പാദസരം. അപ്പോൾ അവളെന്തായാലും ഫംഗ്ഷൻ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബേബിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അനിയത്തി പോയത് June 1st കേട്ടോ. പിന്നെ പാദസരം ബേബിക്ക് കുറച്ച് വലുതാണ്. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ അവളെ ഇട്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെന്താ, അപ്പോൾ ജയാൻ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ജയാനും ഒരു കാലിലിങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ കുളത്ത് ഇട്ട് വെച്ചിട്ട് കാലിക്കൂടി കയറ്റി കഴിഞ്ഞാൽ കയറൂട്ടാ, അത്രയും ലൂസായിരുന്നു ബേബിക്ക്. അങ്ങനെ ഉമ്മ അനിയത്തിനെ വിടാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഉച്ചയ്ക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ജയാൻ പോവണ്ടെന്ന് പറഞ്ഞിട്ട് കരയാണ്. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫംഗ്ഷൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ അന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ചട്നി, അങ്ങനെ 2 തരം ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ചട്നി പിന്നെ തക്കാളി ചട്നിയില്ലേ, അതുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ജയാന് ഇഡ്ഡലി അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജയാനും ഉമ്മ ദോശയാണ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് കേട്ടോ. എൻ്റെ അനിയനും ജയാനും അങ്ങനെ ഇഡ്ഡലി ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്, അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ദോശ ജയാൻ ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോൾ അനിയൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ദോശയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ. അപ്പോൾ വാപ്പയുടെ സ്പെഷ്യൽ പരിപ്പ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനതിൻ്റെ റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ തിരക്കിനിടയിൽ അത് നടന്നില്ല. വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. ജയാൻ ദോശ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പകുതി ദോശ വരെ കഴിക്കാറുണ്ട്, ചില സമയത്ത് ഇങ്ങനെ മുക്കിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ചിലപ്പോൾ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് അതിൽ മുങ്ങിപ്പോവും, അങ്ങനെയാണ്. പിന്നെ ബേബിക്ക് ഇടാനുള്ള ഡ്രസ്സും ഗോൾഡും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബ്രേസ്ലെറ്റാണ് അന്ന് കാത് കുത്താൻ വേണ്ടി പോയപ്പോൾ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ സെക്കൻഡ് ഓപ്പൺ ആക്കിയത് ചെയിനാണ് കേട്ടോ. അതാണ് ബേബിക്ക് ഉമ്മയും വാപ്പയും കൂടി വാങ്ങിച്ചത്. പിന്നെ ഇതാണ് അന്ന് അനിയത്തി തന്നിട്ടുണ്ടായിരുന്ന പാദസരം കേട്ടോ. അപ്പോൾ ഇതാണ് ബേബിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ അന്ന് പോയപ്പോൾ വളം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബേബിയുടെ കയ്യിലേക്ക് അത് ഭയങ്കര വലുതാണ്. അപ്പോൾ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാങ്കിൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബേബി അന്ന് രാവിലെ തൊട്ട് കരയുന്ന ഒരു മൂഡാണ്. അപ്പോൾ ജയാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കിടത്തിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. പിന്നെന്താ, വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, പുറത്തത്തെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. വീട്ടിലുള്ള കുറച്ച് റിലേറ്റീവ്സിനെ മാത്രം വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അന്നാണെങ്കിൽ നല്ല മഴയ്ക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ഉമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ, മാമി മോളുമാണ്, ഫാത്തി. അപ്പോൾ അവരാണ് ഫസ്റ്റ് വന്നത്. പിന്നെ ഉമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മയുടെ അനിയത്തിയുടെ മക്കൾ, ഹസ്ബൻഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഉമ്മയുടെ അനിയത്തിയുടെ മൂത്ത മോൻ കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും കാണാറുള്ളൂ. ഇതിന് മുൻപ് ജയാൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ മോൻ കേട്ടോ. അപ്പോൾ അവൻ ജയാന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പാട്ട് ഒന്ന് കുറച്ചു കൊടുക്കും, താഴെ ഇടും, പറിച്ച് हसनकी हैप्पी चिरचे चार्ज कर जाएगा तो क्या आप उसको भी है ना മ്യൂസിക് ഉണ്ടോ ഇങ്ങനെയുണ്ടായിരുന്നു, ഇങ്ങനത്തെ സെയിം ക്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഹലോ ബോ ആണ് ബോ.
ടൈ പോലെ കെട്ടിക്കൊടുക്കും. എനിക്കറിയില്ല, നിങ്ങക്ക് ടൈ കെട്ടാൻ അറിയില്ലേ? ഹഷ്. അപ്പോൾ ഇതാണ് വാപ്പ ഉണ്ടാക്കിയ പരിപ്പ് പായസം കേട്ടോ. അപ്പോൾ ഫംഗ്ഷന് ലഞ്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ വേറൊരു ദിവസം അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഫ്ലാറ്റിലെ മുകളിലത്തെ പാർട്ടി ഹാളിലായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടേസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ബേബിയുടെ കുറച്ച് ഫോട്ടോസ് പിന്നെയും എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. അങ്ങനെ പിന്നെ ഇതാ ബേബി ഉറങ്ങി, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എന്താണ് ജുമക്ക് പോകാനുള്ള ടൈമായപ്പോൾ ജുമക്ക് പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് കുറച്ച് അങ്ങനെ ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ. ബേബിയുടെ പേര് സോയ് ഐറിൻ ഷാനവാസ് എന്നാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ജുമക്ക് പോകാൻ കേട്ടോ. വാപ്പയും അനിയനും പിന്നെ ഉമ്മയുടെ അനിയത്തിൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ ജുമക്ക് വേണ്ടി പോവാണ്. അപ്പോൾ അത് ഞങ്ങൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർട്ടി ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം ജുമ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ ഫുഡ് സെർവ് ചെയ്യാൻ കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ ബിരിയാണി ഒരു 12 മണിയാകുമ്പോൾ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ഫുഡ് സെർവ് ചെയ്യാണ്. പിന്നെ ഇനി എല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു സമയത്ത് എന്താണ് ഉമ്മയുടെ ബ്രദറും പിന്നെ ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അറഫ നോമ്പും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഉമ്മയുടെ ബ്രദറും വൈഫും നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് മോളനെ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ സയൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ കുറേ നേരമായിട്ടും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പീസ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിപ്പിച്ച് കൊടുക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുണ്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഉമ്മയുടെ അനിയത്തിയുടെ മോൻ വീഡിയോ എടുത്ത് തന്നാണ് കേട്ടോ. പിന്നെ ഇതാണ് ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞപ്പോൾ വന്നതാണ്. പിന്നെ ഉമ്മയുടെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഉമ്മയുടെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായും മോളും മക്കളും പിന്നെ മോനും വൈഫും കുട്ടികൾ അങ്ങനെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് പായസം സെർവ് ചെയ്യാൻ കേട്ടോ. പിന്നെ വാപ്പ ലഞ്ച് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നാളെ ഈദല്ലേ. പിന്നെ അവിടെ ആടിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പായസം അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ ഹസ്ബൻഡ് പരിപ്പ് പായസം കുടിക്കാത്ത ആളാണ്. അപ്പോൾ അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന എല്ലാവർക്കും പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ഉമ്മയുടെ അമ്മായിയുടെ മോളാണ് കേട്ടോ, സന ബേബി. ഈ ബേബിയുടെ നെയിമിങ് സെറമണിക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബേബിക്ക് ഇപ്പോൾ 7 months ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങായിരുന്നു. അപ്പോൾ ഇവരിറങ്ങിയതിന് ശേഷം ഉമ്മനെയും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലാക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അസ്സലാമു അലൈക്കും പറ. ഇത് പോകൂല.
പോണ്ടാതെയും എന്തിനാ ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും ഏകദേശം പിങ്ക് കളറായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്ന അധികം ലേഡീസ് പറഞ്ഞിട്ട പോലെ ആയിപ്പോയി. പക്ഷെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിങ്ക് ഇടണമെന്നൊന്നും. പക്ഷെ ഇട്ട് വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയിട്ടാ. അത് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഈ ഒരു വീഡിയോ ജയാൻ്റെ നെയിമിങ് സെറമണിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.